ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിലെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്ലി ടാക്സബിൾ അലൗൺസിൽ HRA ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇത് HRA എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ് അലൗവൻസ്. ഓക്കെ, അപ്പോൾ ഈ HRAയിൽ നമ്മൾ പ്രോബ്ലംസ് അടക്കം സോൾവ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ 4 പ്രോബ്ലമാണ് അതിൽ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിവേ, എൻ്റർടൈൻമെൻറ്റ് അലൗവൻസ് ഇത് രണ്ടാമതാണ്. ഇതിലങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല എന്നല്ല, ഇപ്പം നമുക്ക് പഠിക്കാനില്ല. കുറച്ച് കഴിഞ്ഞ് ഈ പ്രോബ്ലം അങ്ങ് എത്തുമ്പോഴേക്കും ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ എൻ്റർടൈൻമെൻറ്റ് അലൗവൻസ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, entertainment allowance is first included in the employee salary and then exemption is allowed. അതായത് ഓൺലി ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണ്. ഓക്കെ, അതായത് ഈ എൻ്റർടൈൻമെൻറ്റ് അലൗവൻസ് എംപ്ലോയീസിൻ്റെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? എക്സംഷൻ അലൗഡ് ചെയ്യും. എക്സംഷൻ കൊടുക്കൽ ആരുടെ അല്ല, ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുക? എക്സംഷൻ കൊടുക്കുക. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ അങ്ങനെ എക്സംഷൻ ഒന്നുമില്ല, ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. Entertainment allowances is taxable in the hands of the employees in the year of receipts. In the case of non-government employees, is fully taxable. Detailed explanation is given in the later part of this chapter under subhead deduction from salary. മനസ്സിലായില്ലേ? അതാണ് ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. സോ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അത് എംപ്ലോയീസിൻ്റെ സാലറിയുടെ കൂടെയാണ് അത് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യൽ. അതിനുശേഷം പിന്നെ എന്താ ചെയ്യുക? എക്സംഷൻ ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുക. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ ഫുള്ളി ടാക്സബിളും ആയിരിക്കും, അങ്ങനെ എക്സംഷൻ വരുന്നില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ പാർട്ട്ലി ടാക്സബിൾ അലൗവൻസ് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് എന്ത്? സ്പെഷ്യൽ അലൗവൻസ് ടു മീറ്റ് സെർട്ടൈൻ എക്സ്പെൻഡിച്ചർ. അതായത് ചില എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ചില അലൗവൻസുകൾ. ഓക്കെ, അതിന് തന്നെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ അലവൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസും മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസും. ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഓഫീസിലെ ഡ്യൂട്ടി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? മേ ബി കുറച്ച് എക്സ്പെൻസ് വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചില സ്പെഷ്യൽ അലവൻസ് എന്ത് ചെയ്യും? ഗ്രാൻറ്റ് ചെയ്യും. അതാണത് പറയുന്നത്. പിന്നെ പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണലി കാര്യങ്ങൾക്ക്, ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് പല പല കാര്യങ്ങൾ, ഫാമിലി ഫ്രണ്ട്സായിട്ട് പല പല കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? പലതരത്തിലുള്ള അലവൻസുകൾ അവർ ഗ്രാൻറ്റ് ചെയ്യും. അതാണത് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈഡ് സെർട്ടൈൻ അലവൻസ് വിച്ച് ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ് ഫയൽ കമ്പ്യൂട്ടിംഗ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറീസ്. ദർ ആർ 2 types of special allowances. Special allowance for the performance of duties of office and സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ്. ഓക്കെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതിൽ ഫസ്റ്റത്തെയാണ് ഇത് സ്പെഷ്യൽ അലവൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ്. ഓഫീസിലെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മേ ബി നമുക്ക് ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് മേ ബി ട്രാവൽ ചെയ്യേണ്ടിക്ക് വരും, ചില സൈറ്റുകളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ചില പേഴ്സൺസിനെ മീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പല സിറ്റുവേഷൻസും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലോട്ട് പോകേണ്ടി വരും, അപ്പോൾ അതിന് എക്സ്പെൻസാണ്. അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് വരാൻ എക്സ്പെൻസാണ്. അങ്ങനത്തെ പല 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 എക്സ്പെൻസുകൾ നമുക്ക് വേണ്ടി വരും. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും, ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. Anyway, special allowance for the performance of duties of office. This allowance are specifically granted to meet expenses for the performance of duties of an office. This allowance will be exempt to the extent such expenses are actually incurred for that purpose. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരു ഓഫീസ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50,000 രൂപ തന്നു. ഓക്കെ, അവരെന്ത് ചെയ്തു? ഗ്രാൻറ്റ് ചെയ്തു. ഒരു 50,000 രൂപ ഒരു സ്പെഷ്യൽ അലവൻസ് ആയിട്ട് അവർ ഗ്രാൻറ്റ് ചെയ്തു. ആ 50,000 രൂപയിൽ അത് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഓഫീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനായിരിക്കും മേ ബി എന്നെയായിരിക്കും അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഞാനായിരിക്കും മേ ബി ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നത്, വാങ്ങിക്കുന്നതൊക്കെ ഞാനായിരിക്കും. ഓക്കെ, അപ്പോൾ 50,000 രൂപ എനിക്ക് അവർ ഗ്രാൻറ്റ് ചെയ്തു. അങ്ങനെ അവരെനിക്ക് തന്നു. അതിൽ 20,000 രൂപ മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി വരുന്ന 30,000 രൂപയുണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റെ കയ്യിൽ സേഫായിട്ട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അത് അഡീഷണലായിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണ്. അപ്പോൾ ഈ 20,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അതെന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും.
പക്ഷേ ബാക്കി വരുന്ന 30,000 ഉണ്ടല്ലോ, അതിന് ഞാൻ ടാക്സ് അടയ്ക്കണം. അതാണ് ഈ സ്പെഷ്യൽ അലവൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസിൽ വരുന്ന ഈ പറയുന്ന കംപ്ലീറ്റ് കേസിൽ അതാ പറയുന്നത്. ഓക്കെ, ഈ എഫ് വരെയുള്ള കംപ്ലീറ്റ് കേസിലും ഉപയോഗിച്ച ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ ഉപയോഗിക്കാത്ത നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണത് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട്. മിസ്റ്റർ ദേവൻ ഈസ് ഗിവൺ ട്രാവലിംഗ് അലവൻസ് ഫോർ 5,000 ആൻഡ് ഹി ആക്ച്വലി സ്പെൻഡ് ഓൺലി 3,000. സോ ദ ബാലൻസ് ഓഫ് ₹2,000 വിൽ ബി ടാക്സബിൾ ഇൻകം. അപ്പോൾ ബാക്കി വന്ന 2,000 രൂപ എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. 5,000 രൂപയാണ് കൊടുത്തത്, 3,000 അവരെന്ത് ചെയ്തു, ഉപയോഗിച്ച്. ബാക്കി 2,000 രൂപയുണ്ട്. അപ്പോൾ ആ 2,000 ടാക്സബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദസ് അലവൻസ് വിൽ ബി എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് സച്ച് എക്സ്പെൻസ് ആർ ആക്ച്വലി ഇൻകേർഡ് ഫോർ ദി പർപ്പസ്. അതൊന്ന് പഠിച്ച് വെക്കുക കേട്ടോ. എങ്ങാനും ചോദിച്ചാലോ, മേ ബി എസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ അലവൻസിൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രാവലിംഗ് ഓർ ട്രാൻസ്ഫർ അലവൻസസ്, അതായത് നോക്കാം. ട്രാവലിംഗ് അലവൻസ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓർ ഓൺ ട്രാൻസ്ഫർ ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി സം പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്ഫർ, packing and transportation of personal effects on such a transfer. It is exempt to the extent of expenditure incurred for official purposes. അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഒഫീഷ്യലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂർ പോവുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ എന്തോന്ന് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവരെനിക്കൊരു 50,000 രൂപ തന്നു, അതിൽ ഞാൻ 30,000 രൂപ യൂസ് ചെയ്തു, ബാക്കി 20,000 രൂപ എൻ്റെ കസ്റ്റഡിയിലുണ്ട് സേഫായിട്ട്. അപ്പോൾ ആ 20,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ബാക്കിയുള്ള എമൗണ്ടിന് ഞാൻ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതാണ് ട്രാവലിംഗ് ഓർ ട്രാൻസ്ഫർ അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കൺവീനിയൻസ് അലവൻസ്. എനി അലവൻസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓൺ കൺവീനിയൻസ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഫീസർ ഓർ എംപ്ലോയ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്, പ്രൊവൈഡഡ് ദാറ്റ് ഫ്രീ കൺവീനിയൻസ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ഇറ്റ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓഫ് ഒഫീഷ്യൽ പർപ്പസ്. അതായത് കൺവീനിയൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിലോട്ട് വരാനും അതുപോലെ തന്നെ ഓഫീസിലോട്ട് പോകാനും നമുക്ക് എന്താണ്, എക്സ്പെൻസാണ്. അതായത് എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു 19 കിലോമീറ്റർ അപ്പുറത്തെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അങ്ങോട്ട് പോയി വരിക എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓഫ് കോഴ്സ് എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് തന്നു, ഒരു 50,000 രൂപ തന്നു. 50,000 രൂപ തന്നു. അപ്പോൾ അതിൽ 30,000 രൂപ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 20,000 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കസ്റ്റഡിയിൽ സേഫായിട്ട് തന്നെ ഉണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ 30,000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കേണ്ട, 20,000 രൂപയ്ക്ക് എൻ്റെ കസ്റ്റഡിയിലുള്ള എമൗണ്ട് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ ഡെയിലി അലവൻസ്. എനി അലവൻസ് വെദർ ഗ്രാൻഡഡ് ഓൺ ടൂർ ഓർ ഫോർ ദി പീരിയഡ് ഓഫ് ജേർണി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ടു മീറ്റ് ഓർഡിനറി ഡെയിലി ചാർജസ് ഇൻകേർഡ് ബൈ ആൻ എംപ്ലോയി on account of absence from his normal place of duty. It is exempt to the extent of expenditure incurred for official purpose. അതായത് ഡെയിലി അലവൻസ്, അതായത് ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ഓക്കെ, അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡെയിലി പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് എന്തുണ്ടായിരിക്കും, ഒരു ഡേ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് ചിലവ് വരും. ഓക്കെ, അപ്പോൾ ഒരു 5,000 രൂപ എനിക്ക് തന്നു, ബാക്കി 3,000 രൂപയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ആ 2,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് ഇനി അലവൻസ് വെദർ ഗ്രാൻഡഡ് ഓൺ ടൂർ ഓർ ഫോർ ദി പീരിയഡ് ഓഫ് ജേർണി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ടു മീറ്റ് ദ ഓർഡിനറി ഡെയിലി ചാർജസ്. ഓക്കെ, അതാണ് അത് പറയുന്നത്. പിന്നെ ഹെൽപ്പർ അലവൻസസ്, അതായത് എനി അലവൻസസ് ഗ്രാൻഡഡ് ടു ദ മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എ ഹെൽപ്പർ വേർ സച്ച് ഹെൽപ്പർ ഈസ് എൻഗേജ്ഡ് ഫോർ ദി performance of the duties of an office or employment of profit. It is exempt to the extent of expenditure incurred for official purpose. അതായത് എനിക്കൊരു ഹെൽപ്പർ ഉണ്ട്, എന്തിനു വേണ്ടിയിട്ട്, എൻ്റെ ജോലിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ എംപ്ലോയർ എനിക്കൊരു 5,000 രൂപ തന്നു, അവർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് എന്ത് ചെയ്തു, 3,000 രൂപ സാലറി കൊടുത്തിട്ട് ബാക്കി 2,000 രൂപ ഞാൻ എൻ്റെ കൈവശം തന്നെ അങ്ങ് വെച്ചു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ 2,000 രൂപ എന്താണ്, എനിക്ക് പ്രോഫിറ്റാണ്. അങ്ങനെ ആകുമ്പോൾ ആ 2,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് ഹെൽപ്പർ അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് അക്കാദമിക് റിസർച്ച് അലവൻസ്. അതായത് എനി അലവൻസ് ഗ്രാൻഡഡ് ടു എൻകറേജ് അക്കാദമിക് റിസർച്ച് ആൻഡ് അതർ പ്രൊഫഷണൽ പെർസ്യൂട്ട്സ്. ഇറ്റ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസസ്. അതായത്
നമ്മുടെ ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും, റിസർച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വലിയൊരു എമൗണ്ട് ഗ്രാൻറ്റ് നമുക്ക് വേണ്ടി അലോ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളത് കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഒരു 1,00,000 രൂപയാണ് തന്നതെന്നുണ്ടെങ്കിൽ 70,000 രൂപ ഞാൻ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്തു. ബാക്കി 30,000 രൂപ എൻ്റെ കൈവശം എൻ്റെ കസ്റ്റഡിയിലുണ്ട് സേഫായിട്ട് തന്നെ. അപ്പോൾ ആ 30,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. പിന്നെ യൂണിഫോം അലവൻസ്. ഇനി അലവൻസ് ഗ്രാൻറ്റഡ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓൺ ദി പർച്ചേസ് ഓർ മെയിൻ്റനൻസ് ഓഫ് യൂണിഫോം ഫോർ വിയർ ഡ്യൂറിങ് ദി പെർഫോമൻസ് ഓഫ് ദി ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഫീസ്. ഇറ്റ് ഈസ് എക്സെപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. അതായത് നമ്മളിപ്പോൾ ചില കമ്പനീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂണിഫോം ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും, നമുക്ക് കുറച്ച് എമൗണ്ട് തരും. അല്ല 1,000, 2,000, 3,000, 5,000 ഒക്കെ നമുക്ക് തരും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിക്കുക. 5,000 രൂപ എനിക്ക് എന്ത് തന്നു, അവർ യൂണിഫോം അലവൻസിന് വേണ്ടിയിട്ട് അലവൻസ് ഗ്രാൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ വിചാരിക്കുകയാണല്ലേ, ഞാനിപ്പോൾ എന്ത് ചെയ്യണ്ട, യൂണിഫോം വാങ്ങിക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ ഉണ്ട് അത് തന്നെ മതി, അതിന് വലിയ കേടൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവരാണ് എനിക്ക് 5,000 രൂപ തരികയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യണം, 5,000 രൂപയ്ക്കും ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അവരെനിക്ക് 5,000 രൂപ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൂട്ട് വാങ്ങിക്കാം, 5,000 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് വാങ്ങിക്കാം, ബാക്കി 2,000 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട. അങ്ങനെ ഞാൻ 3,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ, ബാക്കി 2,000 എൻ്റെ കസ്റ്റഡിയിൽ സേഫായിട്ട് തന്നെയുണ്ട്, എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. ആ 2,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് യൂണിഫോം അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ അലവൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ്. പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി കമ്പനീസൊക്കെ എന്ത് ചെയ്യും, ചില സ്പെഷ്യൽ അലവൻസസ് ഗ്രാൻറ്റ് ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്ന സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ്. അലവൻസ് ഗ്രാൻറ്റഡ് ടു ദ എംപ്ലോയീസ് ടു മീറ്റ് ഹിസ് പേഴ്സണൽ എക്സ്പെൻസസ്. അതായത് അലവൻസ് ഗ്രാൻറ്റ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട്, എംപ്ലോയീസിന് അവരുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദി പ്ലേസ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് വിൽ ബി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ടു ദ എക്സ്റ്റെൻറ്റ് നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ദസ് ആർ അലവൻസ് ഗിവൻ ടു മീറ്റ് ദ പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എക്സംപ്റ്റ് ഓൺലി അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ലിമിറ്റ് വയ്ക്കും. അതായത് നിങ്ങളുടെ എംപ്ലോയർ ഒരു 1,300 രൂപ, ഒരു എക്സാമ്പിൾ പറയണേ, 1,500, ഓക്കെ, 1,500 രൂപ വരെ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ അലവൻസ് ഗ്രാൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1,500 രൂപയെ കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അതിൽ കുറവാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റ് വയ്ക്കും. 100 രൂപ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കണം. അതിൽ കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അല്ലെങ്കിൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. പക്ഷെ അതിൽ കൂടിയാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അതാണ് ഈ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ദിസ് ഈസ് അലവൻസ് ടു മീറ്റ് ദ എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചിൽഡ്രൻ ഓർ ₹100 per month per child up to a maximum of 2 children, whichever is less exempted. അതായത് ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് മക്കളൊന്നുമില്ല, പക്ഷെ എനിക്ക് മക്കളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മക്കളുണ്ടാകുമ്പോൾ അല്ല, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ എംപ്ലോയർ എന്ത് ചെയ്യാണ്, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ അലവൻസ് ഗ്രാൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 100 രൂപ ആണെന്നുണ്ടെങ്കിൽ അവർ, അതായത് എൻ്റെ എംപ്ലോയർ എല്ലാ മാസവും എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് 100 രൂപ ആണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ഗ്രാൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. 200 ആണെങ്കിൽ ഞാൻ 100 രൂപയ്ക്ക് എക്സ്ട്രാ 100 എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അതല്ല 500 ആണെങ്കിലോ, ബാക്കി വരുന്ന 400 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം. ഓക്കെ, 100 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട, ബാക്കി വരുന്ന എമൗണ്ടിന് നീ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ 2 മക്കൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുള്ളൂ. മൂന്നാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ല. മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടില്ല, 2 കുട്ടിയൊക്കെ കിട്ടുള്ളൂ. അതാണ് അത് പറയുന്നത്. ഓക്കെ,
മാസത്തിൽ 100 രൂപ, പിന്നെ 2 കുട്ടികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, ദിസ് ഈസ് അലവൻസ് ടു മീറ്റ് ഹോസ്റ്റൽ എക്സ്പെൻസ് ഓഫ് ചിൽഡ്രൻ. അതായത് എൻ്റെ മക്കൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ത് ചെയ്യുന്നത്, ഗ്രാൻറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് 300 രൂപ പെർ മന്ത്. അതായത് ഒരു കുട്ടിക്ക് ഒരു മാസത്തിൽ 300 രൂപയാണ് എന്ത് കിട്ടുക. അതിൽ കൂടിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അതും 2 കുട്ടികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതായത് 500 രൂപയാണ് എൻ്റെ ഒരു കുട്ടിക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ 300 രൂപ വരെ ഞാൻ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതായത് അത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ബാക്കി 200 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ 2 കുട്ടികൾക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ ഒരു ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് അവർ ഗ്രാൻഡ് ചെയ്യുള്ളൂ. മൂന്നാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ആ ഒരു ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് അവർക്ക് ഗ്രാൻഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. അതായത് എനി ട്രാൻസ്പോർട്ട് അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ടു മീറ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ ഫോർ ദി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ഹിസ് റെസിഡൻറ്റ് ആൻഡ് ദി പ്ലേസ് ഓഫ് ഹിസ് ഡ്യൂട്ടി. അതായത് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് എന്ത് വരുന്നുണ്ട്, അവരുടെ വീടും ജോലി ചെയ്യുന്ന സ്ഥലവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പെൻസ് വരും. അപ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പോർട്ട് അലവൻസ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. The exemption transport allowance is now available only blind or deaf and dumb or orthopedical handicapped with disability to the extent of rupees 3,200. ഈ ട്രാൻസ്പോർട്ട് അലവൻസ് ഇപ്പോൾ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഡിസബിലിറ്റി പേഴ്സൺസൊക്കെ ഉണ്ടായില്ല, അവർക്ക് മാത്രമാണ് അത് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹില്ലി ഏരിയ അലവൻസ് ഓർ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് ഏരിയ. അതായത് വലിയ കുന്നിൻ്റെ മുകളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ അവർക്ക് കൊടുക്കുന്നതാണ് എന്താണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹിൽ ഏരിയ അലവൻസ് എന്ന് പറയുന്നത്. അത് മാസത്തിൽ 300 രൂപ മുതൽ 7,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം, അലവൻസ് ഗ്രാൻറ്റ് ചെയ്യാം. ഈ 7,000 രൂപയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് കൊടുക്കണം. 7,000 രൂപ വരെ നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. 7,000 രൂപയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറയുന്നതാണ് ബോർഡർ ഏരിയ, റിമോട്ട് ഏരിയ അലവൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ അലവൻസ് ഒക്കെ. അതും ഇതുപോലെ തന്നെ 200 രൂപ മുതൽ 1,300 രൂപ വരെ ഒരു മാസം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു അലവൻസ് ഗ്രാൻഡ് ചെയ്യാം. 1,300 രൂപയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ ട്രൈബൽ ഏരിയ, ഷെഡ്യൂൾഡ് ഏരിയ, ഏജൻസി ഏരിയ അലവൻസ്, അതും ഇതുപോലെ തന്നെ ഒരു മാസം 200 രൂപ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അണ്ടർഗ്രൗണ്ട് അലവൻസ്. ഇനി അണ്ടർഗ്രൗണ്ട് അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ഹൂ ഈസ് വർക്കിംഗ് ഇൻ അൺകൺജീനിയൽ അൺനാച്ചുറൽ ക്ലൈമറ്റ് ഇൻ അണ്ടർഗ്രൗണ്ട് മൈൻസ് ഷാൾ ബി എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹800 പെർ മന്ത്. അതായത് ഏതെങ്കിലും അൺനാച്ചുറൽ ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോ അല്ലെങ്കിൽ അൺകൺജീനിയൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലോ ആണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 800 രൂപ വരെ അയാൾക്കൊരു മാസം എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് ഇത്രയും നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിവേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മേ ബി അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമായിരിക്കും. ഓക്കെ, താങ്ക് യു.